പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മൽ കുമാറും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതിയാകട്ടെ ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടിരുന്നു. എന്നാൽ ഈ സംഭവത്തിൽ ഇപ്പോൾ പ്രതികരിക്കുകയാണ് ഷാരോണിന്റെ കുടുംബം. ഗ്രീഷ്മയുടെ അമ്മയും കൂടെ ചേർന്നാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്നും ഗ്രീഷ്മയുടെ അമ്മയെ ഒഴിവാക്കാൻ പാടില്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. ഷാരോൺ കേസിൽ പരമാവധി ശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്കും കുടുംബത്തിനും ലഭിക്കണം എന്ന് തന്നെയാണ് ഷാരോണിന്റെ മാതാപിതാക്കൾ പറയുന്നത്. ഷാരോണിന്റെ മാതാപിതാക്കളുടെ പ്രതികരണം ഇങ്ങനെയാണ്. ഏറ്റവും വലിയ ശിക്ഷ പരമാവധി എല്ലാവർക്കും കൊടുക്കണം. ജീവനാണ് അതിന്റെ കിടന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാത്ത ജീവനാണ് അവൾ കൊന്നു കിടന്നത്. അത് പരമാവധി ശിക്ഷ തന്നെ കൊടുക്കണം. എന്നെ പൊന്നു ജീവനാണ്. ഗ്രീഷ്മയുടെ അമ്മയും കൂടെ ചേർന്നാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയുടെ അമ്മയും ഇതിൽ കുറ്റക്കാരി എന്നാണ് ഷാരോണിന്റെ കുടുംബം പറയുന്നത്. ഇപ്പോൾ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുകുമാരി കുറ്റക്കാരിയല്ലെന്നും അവരെ എന്തിനു വെറുതെ വിട്ടെന്നുമാണ് ഷാരോണിന്റെ അമ്മ ചോദിക്കുന്നത്. ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഷാരോണിന്റെ പിതാവ് ജയരാജ് വ്യക്തമാക്കുകയാണ്. പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയതിന് പിന്നാലെയാണ് കുടുംബത്തിന്റെ പ്രതികരണവും. ഗ്രീഷ്മയുടെ അമ്മയും കൂടി ചേർന്നല്ലേ ഇതെല്ലാം ചെയ്തതെന്നും അവരെ വെറുതെ വിടരുത് എന്നുമായിരുന്നു. ഗ്രീഷ്മയ്ക്കും അമ്മയ്ക്കും അമ്മാവനും ശിക്ഷ നൽകണമെന്നുമാണ് ഷാരോണിന്റെ അമ്മ പറയുന്നത്. ഷാരോൺ കൊലക്കേസിൽ 1ഉം 3ഉം പ്രതികളായ ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരാണെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെക്ഷൻ കോടതി കണ്ടെത്തിയിരുന്നു. അതേസമയം 2ാം പ്രതി സിന്ധുവിനെ വെറുതെ വിടുകയായിരുന്നു. ശനിയാഴ്ചയാണ് കോടതി ഇവർക്കുള്ള ശിക്ഷ പ്രഖ്യാപിക്കുക. ഹൈക്കോടതിയിൽ പോകുമോ എന്ന കാര്യത്തിൽ നാളെ വിധി വന്നതിന് പിന്നാലെ തീരുമാനം എടുക്കുമെന്നാണ് ഷാരോണിന്റെ അച്ഛൻ പ്രതികരിക്കുന്നത്. ഗ്രീഷ്മയെ കുറ്റക്കാരി എന്ന് കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെന്നും സിന്ധുവിനെ ശിക്ഷിക്കാത്തതിൽ വിഷമമുണ്ടെന്നും കുടുംബം രേഖപ്പെടുത്തി. തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കാൻ പരമാവധി ശ്രമിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. 2022 ഒക്ടോബർ 17-നാണ് ഷാരോൺ രാജിനെ ഗ്രീഷ്മ തന്റെ വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകിയത്. പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറാൻ വിസമ്മതിച്ചതായിരുന്നു കാരണം. ഗുരുതരാവസ്ഥയിലെ ഷാരോൺ ഒക്ടോബർ 25-ന് ചികിത്സയിലിരിക്കെ മരണപ്പെടുകയായിരുന്നു. തുടർന്ന് സംഭവത്തിൽ ഗ്രീഷ്മ അറസ്റ്റിലാവുകയും ചെയ്തു. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് ഗ്രീഷ്മയുടെ അമ്മ സിന്ധു, അമ്മാവൻ നിർമ്മലകുമാരൻ നായർ എന്നിവരെയും അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ഇവർക്ക് ജാമ്യം ലഭിക്കുകയായിരുന്നു. 2022 ഒക്ടോബർ 14-നാണ് തമിഴ്നാട് പളുകലുള്ള വീട്ടിൽ വെച്ച് ഗ്രീഷ്മ ഷാരോണിന് കഷായത്തിൽ വിഷം കലർത്തി നൽകുന്നത്. ഗ്രീഷ്മയുടെ നിർദ്ദേശപ്രകാരം സുഹൃത്ത് റെജിനൊപ്പം ഷാരോൺ റെക്കോർഡ് ബുക്ക് തിരികെ വാങ്ങുന്നതിനായി വീട്ടിൽ എത്തിയതായിരുന്നു. റെജിനെ പുറത്തു നിർത്തി വീട്ടിലേക്ക് പോയ ഷാരോൺ അല്പസമയം കഴിഞ്ഞ് ഛർദ്ദിച്ച് അവശനായിട്ടാണ് പുറത്തേക്ക് എത്തുന്നത്. കീടനാശിനി കലർത്തിയ കഷായം കഴിച്ചപ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിച്ച ഷാരോണിന് ചവർപ്പ് മാറാൻ എന്ന പേരിൽ ജ്യൂസും ഗ്രീഷ്മ നൽകിയിരുന്നു. പുറത്തു വന്നതിന് പിന്നാലെ ഛർദ്ദിച്ച ഷാരോണാകട്ടെ റെജിനോടും വീട്ടുകാരോടും കാലാവധി കഴിഞ്ഞ് ജ്യൂസ് കുടിച്ചതിനെ തുടർന്ന് അസ്വസ്ഥത അനുഭവപ്പെട്ടെന്നാണ് പറഞ്ഞത്. തുടർന്ന് പാറശാല താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടിയതിന് പിന്നാലെയാണ് വായിൽ വ്രണങ്ങൾ രൂപപ്പെട്ട് വെള്ളം കുടിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയത്. പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിച്ചു. ഇവിടെ ചികിത്സയിലിരിക്കെ വൃക്കയും കരളും ഉൾപ്പെടെ ആന്തരിക അവയവങ്ങൾ തകരാറിലായി. 5 തവണ ഡയാലിസിസ് നടത്തിയിട്ടും ഫലം കാണാത്തതിനെ തുടർന്ന് ഷാരോണിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഡോക്ടർമാർ വിവരം പാറശാല പോലീസിന് കൈമാറിയതിനെ തുടർന്ന് മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ഷാരോണിന്റെ മരണമൊഴി രേഖപ്പെടുത്തിയത്. പിന്നാലെയാണ് നവംബർ 25-ന് ഷാരോൺ മരണപ്പെടുന്നത്. തുടക്കം മുതൽ പാറശാല പോലീസ് ഷാരോണിന്റേത് സാധാരണ മരണമെന്ന നിഗമനത്തിലായിരുന്നു എത്തിയത്. പിന്നീടാണ് അന്വേഷണത്തിൽ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.